മലപ്പുറം എടയൂർ പഞ്ചായത്തിൽ പലേമ്പറമ്പ് പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിൽ. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കുന്നാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. കുന്നിന്റെ മുകൾ ഭാഗം പൂർണ്ണമായും ഇടിച്ചു നിരത്തിയ നിലയിലാണ്. മണ്ണിടിച്ചിൽ തുടർന്നാൽ വടക്കുംപുറം ചേനാടൻ കുളമ്പ് പ്രദേശത്തെ വീടുകൾ തകരും. 40-ൽ കൂടുതൽ വീടുകളാണ് ഇപ്പോൾ ഭീഷണിയിലുള്ളത്. പഞ്ചായത്തിൽ നിന്നും ജിയോളജി വകുപ്പിൽ നിന്നും അനുമതി തേടാതെയാണ് കുന്നിടിച്ചതെന്ന് പ്രസിഡന്റ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. സോണൽ കൃഷ്ണ വിഷയം വിശദീകരിക്കുന്നു, കേൾക്കാം. ഞാനുള്ളത് ചേനാടൻ കുളമ്പിലെ ആ കുന്നിൻ മുകളിലാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കാണാം. അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇന്നലെ ഇടിഞ്ഞ ഭാഗമാണ് ഇത്. ഈ വിള്ളൽ ഏകദേശം 200 മീറ്ററോളം ദൂരത്തുണ്ട് എന്നുള്ളത് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. നമ്മൾ ഇന്നലെ ഇവിടെ എത്തി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഇത്ര തീവ്രമായിട്ട് ഇവിടെ വിണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് സ്ഥിതി പാടെ മാറിയിട്ടുണ്ട്. വലിയ വിള്ളൽ രൂപപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഏകദേശം ഈ പ്രദേശത്ത് മാത്രം, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പ്രദേശത്ത് മാത്രം 100-ൽ കൂടുതൽ വീടുകളുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ മണ്ണ് ഇടിഞ്ഞു വീണാൽ പ്രധാനമായി ബാധിക്കുന്നത് 40 വീടുകളെയാണ്. ആ വീടിൽ ഉൾപ്പെടെ നമ്മൾ ഇന്നലെ പോയി അവരുടെ ആശങ്കകളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞതാണ്. എനിക്ക് പുറകിലേക്ക് കണ്ടാൽ ആ കാണുന്ന മലയുടെ ഹൈറ്റായിരുന്നു ഇതിനു മുൻപ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് പഞ്ചായത്തിൻ്റെയോ ജിയോളജി വകുപ്പിൻ്റെയോ അനുമതിയില്ലാതെ ഇടിച്ച് നിരത്തി ആ മണ്ണ് ഇതിനോട് ചേർന്ന ഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ കാണുന്ന ഈ അതിരിന് ഇപ്പുറമുള്ള ഭാഗമാണ് ആ മണ്ണ് ഇത്തരത്തിൽ ചേർത്തിട്ടിട്ടുള്ളത്. ഏത് നിമിഷവും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇടിയാനുള്ളൊരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും പഞ്ചായത്ത് അധികൃതർ നമ്മുടെ കൂടെയുണ്ട്. പഞ്ചായത്തിൽ നിന്നും ജിയോളജി വകുപ്പിൽ നിന്നും ഇതിന് യാതൊരു അനുമതി ഉണ്ടായില്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കോറി കരിങ്കല്ല് അടിക്കാനുള്ള ആവശ്യത്തിലേക്ക് കോറി നടക്കുന്നുണ്ടെന്ന് പരാതി വന്നതിന് ശേഷം അത് പോലീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇതനുസരിച്ച് അത് സ്റ്റോപ്പ് ചെയ്തതാണ്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ നടപടികളും ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അറിയിച്ചിട്ടുണ്ടോ? അറിയിച്ചിട്ടുണ്ട്. നാട്ടുകാരുണ്ട് ഇവിടെ എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. നിങ്ങളെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയ ആശങ്ക. അടിയന്തരമായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇതിൽ നല്ലൊരു ഇടപെടൽ ഉണ്ടാവണം തന്നെയാണ് ഞങ്ങൾക്ക് പറയുന്നത്. ആശങ്ക വലുത് തന്നെയാണ്. അവരടുത്ത് പറയുമ്പോൾ ഒരു മൈൻഡ് ചെയ്യണില്ല. എന്ത് ചെയ്യണം നമ്മൾ ഈ നിൽക്കുന്ന ഭാഗം അത് എത്രത്തോളം ഉണ്ട്, അതിന്റെ തീവ്രത എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞതാണ്. എന്തായാലും ഇനി മഴ ശക്തി പ്രാപിച്ചാൽ അത് ഒരു പക്ഷേ ഇടിഞ്ഞ് വീഴാനുള്ള സാധ്യത ഏറെയാണ്. വയനാടും മലപ്പുറം പാണക്കാടും ഒക്കെ കണ്ട പോലെ ഒരു ദുരന്തത്തിന് ഇത് വഴിവെക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നുകൂടി ഈ പ്രദേശത്തെ ജനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇടപെട്ട് ഇതിൽ ശാശ്വതമായൊരു പരിഹാരം കാണണം എന്നുള്ളത് തന്നെയാണ് ഈ പ്രദേശവാസികളുടെ പ്രധാനപ്പെട്ട ആവശ്യം.